പിടിച്ച പിടിയാലെ പാടിപ്പിച്ച മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ മിക്കവരും അങ്ങനെ പിടിച്ച പിടിയാലെ പിടിക്കുക. ദീപക് ദേവ് സാറൊക്കെ ആഹാ. സാറൊക്കെ സൂപ്പർ സ്റ്റാർ ടൈമിൽ നമ്മുടെ ജഡ്ജായിരുന്നു, മെന്ററാണല്ലോ. അപ്പം സാറിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനെ മുങ്ങാനൊക്കെ വലിയ പണിയാണ്. പറഞ്ഞു ഒന്നാലൊരു റെസ്പെക്റ്റും ഇഷ്ടവും. സാറ് ആ ജോബ് എവിടെ ഉണ്ട്, ആ ഇവിടെ ഒരു പാട്ടുണ്ടോ, താന്ന് വാ. അപ്പം നമ്മൾ ചെന്നിട്ട് പറയും സാർ ഞാൻ നാളെ അറിയുന്ന അത്ര കണ്ടീഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ടെൻഷനൊക്കെ വരുമല്ലോ. പുള്ളി പക്ഷെ കൂളാക്കി എടുക്കും ആദ്യം. എന്നിട്ട് അന്നത് പാടിച്ച് ഏറ്റവും അടിപൊളിയായിട്ട് എടുത്തിട്ടേ പുള്ളി വിടത്തുള്ളൂ. പുള്ളിക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാൻ നല്ലോണം അറിയാം മേ ബി. അപ്പോൾ സാറായതുകൊണ്ട് എനിക്ക് ഞാൻ ടെൻഷനൊക്കെ പോയി ഞാൻ എന്നെ മാക്സിമം ഡെലിവറി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അല്ല ഇപ്പം ബിജേട്ടനായാലും മാണിക്കച്ചിറകുള്ള, അതുപോലെ സപ്തമശ്രീയിലെ താനെ പൂക്കും റെക്സ് വിജയൻ ചേട്ടൻ്റെ. അപ്പോൾ അങ്ങനെ പലരും, ഷാൻ, ഇവരൊക്കെ നമ്മൾ എന്നോടൊരു എന്താ പറയുക എന്നോട് ക്ഷമിച്ച് വോയിസ് എടുത്തിട്ടുള്ള ആൾക്കാരാണ്. വിനീതിൻ്റെ ഇപ്പം ഹിഷാമിൻ്റെ കൂടെ പാടുമ്പോഴൊക്കെ ദേ ഓൾ നോ മൈ ക്യാരക്ടർ.